വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ശാലോം ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഈശോയിൽ പ്രിയ ദൈവജനമേ, ദൈവമായ കർത്താവ് ഇന്ന് വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഉപമയെക്കുറിച്ചാണ്. ഇവിടെ ആരാണ് മുന്തിരിച്ചെടി? കർത്താവായ ഈശോ മിശിഹായാണ് മുന്തിരിച്ചെടി. അതല്ലെങ്കിൽ കത്തോലിക്ക തിരുസഭയാണ്, ഈശോയുടെ ഭൗതിക ശരീരമായ സഭയാണ് മുന്തിരിച്ചെടി എന്ന് നമുക്ക് പറയാം. ഇനി ശാഖകൾ ആരാണ്? ശാഖകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ്. സഭയോട് ചേർന്ന് നിൽക്കുന്ന സഭാമക്കളാണ്. മാമോദീസായിലൂടെ സഭയിൽ അംഗങ്ങളായിട്ടുള്ള ഓരോ മക്കളെയുമാണ് ശാഖകൾ എന്ന് പറയുക. ഇവിടെ തിരുവചനം പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുക, കർത്താവിലാണോ ഞാൻ വസിക്കുക? എൻ്റെ ജീവിതത്തിൽ കർത്താവ് വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുക എന്നല്ല ഇത് അർത്ഥമാക്കുക. മറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 22-23 തിരുവചനങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. അത് നീതി, സമാധാനം, ക്ഷമ, ദയ, നന്മ, സ്നേഹം, വിശ്വസ്തത, ആത്മസംയമനം, ഇവയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഈ ഫലങ്ങളിൽ നിറഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ഈ ഈശോമിശിഹായാകുന്ന ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്കുണ്ടാകുന്ന ഗുണം. ഇവിടെ ഈശോ നമ്മളിൽ വസിക്കണം, നാം ഈശോയിലും വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ മുന്തിരിച്ചെടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മുന്തിരിച്ചെടിയുടെ ശാഖകളെക്കുറിച്ചുള്ള ഉപമയിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് നമ്മളിവിടെ ധ്യാനിക്കുക. ഒന്ന്, ഈശോയുമായിട്ടുള്ള സഹവാസം, ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധം. 2, സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള ആഹ്വാനം. 3, കൽപ്പനകൾ പാലിക്കുക. 4, യഥാർത്ഥമായ സന്തോഷം. ഇനി ഒന്നാമതായിട്ട് യേശുവിലുള്ള സഹവാസവും യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഉപമയും ഈ തിരുവചനവും ഇന്നേ ദിവസം വളരെ വിചിന്തനത്തിനായി, നമുക്ക് അനുഗ്രഹത്തിനായി, ആശ്വാസത്തിനായി നമുക്ക് അവിടുന്ന് നൽകിയിരിക്കുക. ഈശോ നമ്മളോട് പറയുകയാണ്, വിശുദ്ധ യോഹന്നാൻ 15:7, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ യേശുവിൽ വസിക്കുക, യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈശോയുമായിട്ട് വലിയ ഒരു ബന്ധമുണ്ടാവുകയാണ്, വലിയ ഒരു സഹവാസം ഈശോയുമായിട്ട് നമുക്കുണ്ടാവുകയാണ്. അങ്ങനെ ഈശോയുടെ വചനങ്ങളിലാണ് നമ്മൾ ജീവിക്കുക, വചനമനുസരിച്ചാണ് ജീവിക്കുക, ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുക. എങ്ങനെയെങ്കിൽ നമുക്കിഷ്ടമുള്ളത് ഈശോയോട് ചോദിക്കാം, അവിടുന്ന് നമുക്ക് നൽകും എന്ന് പറയുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല,
ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും തിരുവചനം പറയുകയാണ്, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഈശോയുടെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കുന്ന ഏത് യാചനകളുമായിക്കൊള്ളട്ടെ, അത് അവിടുന്ന് പിതാവായ ദൈവം നമുക്ക് നിറവേറ്റി തരുമെന്ന് ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്. വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പം ഈശോയോട് ചേർന്ന് നിൽക്കുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാതെ ശാഖകൾക്ക് സ്വയം ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധം പരസ്പര സഹവാസം ഉൾക്കൊള്ളുന്ന ഒരു ബന്ധമാണ്. നമ്മൾ ഉപമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, 4 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ കാര്യം ഇതാണ്, ആദ്യമായി നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതുമാണ് യേശുവുമായിട്ടുള്ള സഹവാസവും വ്യക്തിപരമായ ബന്ധവും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ യേശുവിൽ നിന്ന് അകന്നാണ് കഴിയുന്നതെങ്കിൽ നമ്മളിൽ ഫലമുണ്ടാവുകയില്ല, യേശു ആഗ്രഹിക്കുന്ന ഫലമുണ്ടാവുകയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനന്തമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സ്നേഹം എൻ്റെ ജീവിതത്തിൽ അനുഭവമാകാതെ നിൽക്കുക? ഒരുപക്ഷെ അത് ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ഭൗതിക ശരീരമായ സഭയോട്, കത്തോലിക്ക തിരുസഭയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക. യേശുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല. യേശുവുമായി സഹവസിക്കുകയും യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി കാണേണ്ടത് എന്ന് ഈ ഉപമയിലൂടെ കടന്നു വരുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ അരൂപിയായതുകൊണ്ട് മനുഷ്യരിലേക്ക് കടന്നു വരുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കും. അടച്ചിട്ടിരുന്ന മുറിയിലേക്ക് ശിഷ്യന്മാരുടെ മധ്യേ കടന്നു വന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് യേശു പറഞ്ഞത് നമ്മളിവിടെ അനുസ്മരിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളിൽ പലരും ഈശോയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ഭാവനയിൽ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈശോയെ ഒരുപക്ഷെ പലരുടെയും വിചാരങ്ങളിലേക്ക് ക്ഷണിക്കുന്നു, അതല്ലെങ്കിൽ ഭാവനകളിൽ കാണുന്നു, ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ഒക്കെ നമ്മൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഈശോ എൻ്റെ സ്വന്തമാകണം, ഈശോയും ഞാനുമായി ഒരു ബന്ധമുണ്ടാകണം, അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക. യേശു ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ ഒരു സന്തോഷത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരാദർശമോ തത്വസംഹിതയല്ല, ഒരു വ്യക്തിയാണെന്ന് നാം പറയാറുണ്ട്. അത് ഈശോ മിശിഹായാണ്. ഈ വ്യക്തിയുമായുള്ള ബന്ധമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ സാക്ഷാൽ മുന്തിരിച്ചെടി എന്ന് പറയുന്നത് അത് ഈശോ മിശിഹായാണ്. ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളായി തീരുവാൻ സഭയിലെ ഓരോ മക്കളും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് ആ ശാഖയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യമേ തന്നെ കേട്ടു, ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് സൽപ്രവർത്തികൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല അർത്ഥമാക്കുക. അതിലുപരിയായിട്ട് യേശു നൽകുന്ന ആ സമാധാനം, സന്തോഷം, സ്നേഹം, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്നീ പുണ്യങ്ങളിൽ വളരുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും. ഈ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യാനായിട്ട് തുടങ്ങും. ആദ്യമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. അത് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളായി മാറുക.
ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൽ വസിക്കുന്നവനിൽ ദൈവവും വസിക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു. ഇനി ഇതിൻ്റെ ഫലങ്ങൾ എന്താണ്? ദൈവത്തിൽ വസിക്കുന്നവനിൽ ദൈവവും വസിക്കുന്നു. ഇത് നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനം എന്താണ്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇത് നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്നുള്ള ഒരു ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവുമായി ചേർന്ന് നിൽക്കുമ്പോൾ, പിതാവായ ദൈവവുമായി, പുത്രനായ ദൈവവുമായി, പരിശുദ്ധാത്മാവായ ദൈവവുമായി, ഈ പരിശുദ്ധ ത്രിത്വവുമായി നമ്മൾ സഹവസിക്കുമ്പോൾ, നമ്മൾ വ്യക്തിബന്ധം സ്ഥാപിക്കുമ്പോൾ, നമ്മളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് ശ്രമിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഇതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ദൈവത്തിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ്, അതല്ലെങ്കിൽ ആഴത്തിലുള്ള ദൈവവുമായിട്ടുള്ള ഈ സഹവാസമാണ്, ശക്തമായ ഈ ബന്ധമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളതിൻ്റെ ഈ ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയോട് നമ്മൾ മധ്യസ്ഥം യാചിക്കുക. അവര് യേശുവുമായി, ദൈവവുമായി, പരിശുദ്ധാത്മാവുമായി, ത്രിയേക ദൈവവുമായി വളരെ വ്യക്തിബന്ധം സ്ഥാപിച്ചിട്ടുള്ളവരാണ്. ദൈവം അവരിലും അവർ ദൈവത്തിലും വസിക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഈ സ്വർഗീയ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ വാങ്ങിത്തരികയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ വിശുദ്ധരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയണം ഈ സാഹചര്യങ്ങളിൽ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകുന്നത് യേശുവുമായിട്ടുള്ള ഈ സഹവാസവും യേശുവുമായിട്ടുള്ള ഈ ബന്ധവുമാണ്. വീണ്ടും ഈ ആഴത്തിലുള്ള ബന്ധമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ള അടിസ്ഥാനം. ഈ ആഴത്തിലുള്ള യേശുവുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന്, ലഭിക്കുമെന്ന് ഉള്ളതിൻ്റെ അടിസ്ഥാനം. വീണ്ടും നമ്മൾ കാണുന്നു, പ്രാർത്ഥന ആത്യന്തികമായി പ്രാർത്ഥിക്കുന്നവരെ ദൈവ ഐക്യത്തിൽ വളർത്തുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ കാണുക, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ വീണ്ടും നമ്മൾ ധ്യാനിക്കുന്നു സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള ആഹ്വാനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള ആഹ്വാനമാണ് നമ്മൾ കാണുക. 9-ാം തിരുവചനം, 15-ാം അധ്യായം, വിശുദ്ധ യോഹന്നാൻ 15-ാം അധ്യായം 9-ാം തിരുവചനം നമ്മളിങ്ങനെ കാണുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എങ്ങനെയാണോ പിതാവ് യേശുക്രിസ്തുവിനെ സ്നേഹിച്ചത്, അതേ സ്നേഹം ഈശോ നമ്മൾക്ക് പകർന്നു തന്നിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും തിരുവചനം പറയാണ്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇന്ന് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന വലിയ ഒരാത്മീയ പ്രതിസന്ധിയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിലനിന്നുകൊണ്ട് ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ട് ഈ ലോകത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു ആത്മീയ പ്രതിസന്ധിയാണിത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾക്ക് ശക്തി ലഭിക്കുക യേശു നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് മുന്തിരിച്ചെടിയും ശാഖകളും എന്ന വലിയ ഉപമയിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് സംസാരിക്കുക. നാം ഈ മുന്തിരിച്ചെടിയോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ, നാം യേശുവിനോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ, യേശുവുമായി സഹവസിക്കുവാനും യേശുവുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുവാനും അതുപോലെ തന്നെ യേശുവിൻ്റെ സ്നേഹത്തിൽ അനുദിനം നിലനിൽക്കുവാനും നമ്മുടെ ജീവിതാന്ത്യം വരെ യേശുവിനോട് ചേർന്ന് നിൽക്കുവാനും അവിടുന്ന് നമ്മളിലേക്ക് കൃപയൊഴുക്കും. അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, പിതാവും യേശുവും ആയിട്ടുള്ള ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ പങ്കുചേരുകയാണ് ഈശോയുമായി നമ്മൾ ഐക്യപ്പെടുമ്പോൾ.
അത് സ്വയം കൊടുക്കുന്ന ആത്മദാനത്തിൻ്റെ ബന്ധമാണ്. സ്വയം കൊടുക്കുന്ന ആത്മദാനത്തിൻ്റെ ബന്ധമാണ്. സ്വയം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വയം തേടുന്ന സ്നേഹത്തിൽ നിന്ന്, ഈറോസ് എന്ന ആ സ്നേഹത്തിൽ നിന്ന് സ്വയം കൊടുക്കുന്ന സ്നേഹത്തിലേക്ക്, ആ അഗാപ്പെ സ്നേഹത്തിലേക്ക് ഈ ബന്ധം വളരണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് നമ്മുടെ അനുദിന പ്രാർത്ഥനകളിലൂടെ, നമ്മൾ കൂദാശ ജീവിതത്തിലൂടെ സഭയോട് ചേർന്ന്, കത്തോലിക്ക തിരുസഭയോട് ചേർന്ന്, സഭാ സംവിധാനങ്ങളോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ യേശുവുമായുള്ള ഐക്യത്തിൽ നമ്മൾ പങ്കുചേരുകയും യേശുവുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. ഇത് നാം തേടുന്ന സ്നേഹത്തിലുപരിയായി നാം കൊടുക്കുന്ന സ്നേഹം, അഗാപ്പെ സ്നേഹം, ഈ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വളരണം. പ്രിയപ്പെട്ടവരെ, ഈശോയുമായുള്ള നമ്മുടെ ബന്ധം ഒരു സുഹൃത്ത് ബന്ധമായി വളരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് നൽകുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം തിരുവചനമാണ്. ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, കർത്താവ് എത്ര അധികമായി നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. യജമാനനെ പോലെയല്ല, യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം പോലെയല്ല. കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. ഇവിടെ ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. കണ്ടോ, ഒരു സുഹൃത്തായി അവിടുന്ന് നമ്മളെ കാണുകയാണ്. കേവലം സൃഷ്ടിയായ മനുഷ്യനെ സുഹൃത്തായി കരുതുന്ന സൃഷ്ടാവിനെയാണ് ഇവിടെ കാണാൻ കഴിയുക. കേവലം ഒരു സൃഷ്ടി മാത്രമായ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അടുത്ത സുഹൃത്തായി കണ്ട് നാമുമായി ആത്മബന്ധം സ്ഥാപിക്കുവാനായി അവിടുന്ന് തയ്യാറാകുന്നു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്കുള്ള ഏറ്റവും വലിയ ഒരടുത്ത സുഹൃത്താണ് ഈശോ മിശിഹാ എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അണ്ടകടാഹങ്ങൾക്കപ്പുറം ഇരുന്നു കൊണ്ട് നമ്മെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരുന്ന, നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കൂടെയുള്ളത്, ഒരു യേശുവല്ല നമ്മുടെ കൂടെയുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നമ്മോട് ചേർന്നിരിക്കുന്ന, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ തമ്പുരാൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ തമ്പുരാൻ നമ്മുടെ ഒരു സുഹൃത്തായി നമ്മെ കാണുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവമായ കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന ഈ തിരുവചനം മുന്തിരിച്ചെടിയും ശാഖകളും. അത് നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിച്ചു, യേശുവുമായിട്ടുള്ള സഹവാസവും വ്യക്തിബന്ധവും. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, യേശുവിൻ്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കണം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു, കൽപ്പനകൾ പാലിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാം തിരുവചനം, 12, 14 തിരുവചനങ്ങളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ കൽപ്പനകളെക്കുറിച്ച്, കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാനായിട്ട് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ കാണുന്നു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അതെ, ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഫലം പുറപ്പെടുവിക്കുന്നു. പരസ്നേഹത്തിലൂടെ ഇത് നമ്മൾ പ്രാവർത്തികമാക്കണം. ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്ര സ്നേഹമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകിയിരിക്കുന്ന, മോശയിലൂടെ നമുക്ക് നൽകിയ ആ 10 കൽപ്പനകൾ നമ്മൾ പാലിക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായ കൽപ്പനകൾ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ നീ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഈ കൽപ്പനകൾ പാലിക്കുമ്പോൾ നാം ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുകയാണ്. കത്തോലിക്ക തിരുസഭയോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ കൽപ്പനകൾ പാലിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഈ കൽപ്പനകളൊക്കെ പാലിച്ച് ഈ ആധുനിക ലോകത്തിൽ മുന്നോട്ട് പ്രയാണം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വിഷമം നിറഞ്ഞ ഒരവസ്ഥയാണ്.
എന്നാൽ നമ്മൾ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം, അതിനുള്ള ഗ്രേസ് അവിടുന്ന് നമ്മൾക്ക് നൽകും, അതിനുള്ള അഭിഷേകം അവിടുന്ന് നമുക്ക് നൽകും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ലോകം നമ്മളെ വളരെ പാപത്തിലേക്കൊക്കെ മാടി വിളിക്കുമ്പോൾ അതിൽ പെട്ടുപോകാതെ, ഈ പാപത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് വീണു പോകാതെ നമ്മെ താങ്ങി നിർത്തുന്നത് പ്രിയപ്പെട്ടവരെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്, യേശുവുമായിട്ടുള്ള ബന്ധമാണ്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ്. ഈ ബന്ധത്തിൽ നിലനിൽക്കാൻ നാം സഭയോട് ചേർന്ന് നിൽക്കുക, സഭാ ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കുക, അനുദിനം പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, ജപമാല പ്രാർത്ഥനകൾ ചെല്ലുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ അംഗങ്ങളായിരിക്കുക, കുടുംബ പ്രാർത്ഥന ചെല്ലുക. അങ്ങനെ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന ദൈവവചന ശുശ്രൂഷകൾ നമ്മൾ കേൾക്കുക, വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ ദൈവമായ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വീണ്ടും നാലാമതായിട്ട് ഈ ഉപമയിൽ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചയുടെ നാലാമത്തെ ഭാഗം യഥാർത്ഥമായ സന്തോഷം എന്നുള്ളതാണ്. ഈശോയുമായിട്ടുള്ള ഒരുവൻ്റെ ഐക്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നു, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ സന്തോഷം സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ നമ്മളോട് അരുൾ ചെയ്യുന്നു, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈശോ പറയുന്ന ഓരോ വചനങ്ങളും നമ്മളിൽ ദൈവം നൽകുന്ന സന്തോഷം, ആത്യന്തികമായ സന്തോഷം, ജീവിതാന്ത്യം വരെ നമ്മളിൽ നിലനിൽക്കുവാനും നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനുമായിട്ടാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും, ആത്മീയതയിൽ മുന്നേറാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും, പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു നൽകുന്ന സന്തോഷം, യേശു നൽകുന്ന സമാധാനം, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കണം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, മുന്തിരിച്ചെടിയാകുന്ന മിശിഹായുടെ ജീവനിൽ പങ്കുചേരുന്നവരുടെ സമൂഹമാണ് സഭ എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നാം മാമോദീസായിലൂടെ സഭയിൽ അംഗങ്ങളായി, വീണ്ടും നമ്മൾ സ്ഥൈര്യലേപനം സ്വീകരിച്ചു, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മൾ. ഈ മുന്തിരിച്ചെടിയാകുന്ന ഈശോമിശിഹായുടെ അല്ലെങ്കിൽ സഭയാകുന്ന ഈശോമിശിഹായുടെ മൗതിക ശരീരത്തിൻ്റെ ഈ ജീവരസത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ലഭിക്കുന്ന ജീവരസത്തിൻ്റെ ആ പരിപോഷണം സ്വീകരിച്ചുകൊണ്ട് ആത്മീയമായി വളരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണണം, ഈ ശാഖയോട് ചേർന്ന് നിൽക്കാത്ത, ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത എല്ലാ ശാഖകളും വെട്ടി തീയിൽ എറിയപ്പെടുന്നതും അത് തീയിൽ നശിച്ചു പോകുന്നതും നമ്മൾ കാണുകയാണ്. ഇതാണ് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്ത, സഭയോട് ചേർന്ന് നിൽക്കാത്ത ഓരോ വ്യക്തികൾക്കും, സഭാമക്കൾക്കും ഉണ്ടാകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് ഒരനുഭവമായി പോകാത്തത്? പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പലപ്പോഴും യാചിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, അത് ഇതുകൊണ്ടാണ്. നമ്മൾ ഈ മുന്തിരിച്ചെടിയോട് ചേർന്നാണോ നിൽക്കുക എന്നുള്ളത് നാം വിചിന്തനം ചെയ്യണം. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവുമായി നിരന്തരമായ ഒരു ബന്ധം. എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിന് ഊർജം നിലനിർത്തുന്നവരാണ്.
പ്രിയപ്പെട്ടവരെ, അതേപോലെ നമ്മുടെ ആത്മാവിൻ്റെ ജീവനെ നിലനിർത്തുവാനായിട്ട് നമുക്ക് പരിപോഷണം, ആത്മാവിന് കൊടുക്കേണ്ട പരിപോഷണവും ആവശ്യമാണ്. ഈ പരിപോഷണം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അതാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചത്. യേശുവുമായി, ദൈവവുമായി, നമ്മൾ പരിശുദ്ധാത്മാവുമായി ബന്ധം സ്ഥാപിക്കുക, സ്നേഹബന്ധം, വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുക. ഈ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ, അവിടുന്ന് തിരുവചനത്തിലൂടെ അരുൾ ചെയ്തു, ആർ എന്നിലും വസിക്കുന്നുവോ, ഞാൻ അവനിലും വസിക്കുന്നുവോ, അവൻ ഫലം പുറപ്പെടുവിക്കും. അതുപോലെ വീണ്ടും തിരുവചനം പറഞ്ഞു, എൻ്റെ വാക്കുകൾ പാലിക്കുകയും എൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ കർത്താവായ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാകണമെങ്കിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയായി മാറണം. സാധ്യമാവുവോളം വിശുദ്ധ ബലിയിൽ നമ്മൾ സംബന്ധിക്കണം. കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകരുത്. എത്ര തിരക്കുള്ള ജീവിതത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിലും ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അനുദിന കുടുംബ പ്രാർത്ഥനകൾക്ക് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം. ഇന്നെന്തുകൊണ്ടാണ് പല കുടുംബങ്ങളിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടുക? അനേകം ജീവിത പങ്കാളികൾ അവരുടെ ജീവിതം എടുത്തിട്ട് അവർ ഡൈവോഴ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. മക്കൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാതെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ജീവിതമൊക്കെയായി അവർ മുന്നോട്ട് പോവുക? കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഈ സമാധാനം നഷ്ടം സംഭവിക്കുന്നത്? ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അതെന്തുകൊണ്ടാണ്? നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ മനോഹരമായ ഉപമ മുന്തിരിച്ചെടിയും ശാഖകളും. ഈ മുന്തിരിച്ചെടിയുടെ ശാഖകളായി ഞാൻ മാറാൻ ഇനിയും തയ്യാറാകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അത് നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകും. അത് നമ്മുടെ പൈശാചിക ശക്തിയെ വലിച്ചു കൊണ്ടുപോകും. അത് നമ്മളെ നാശത്തിലെത്തിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ തിരിച്ചു വരിക, കർത്താവെങ്കിലേക്ക് മടങ്ങി വരിക, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുക. തിരുവചനം നമ്മളോട് പറഞ്ഞു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ദൈവം നമുക്ക് നൽകിയ എല്ലാ തിരുവചനങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. ലോകമെമ്പാടുമുള്ള സകല ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെല്ലാമുള്ള എല്ലാ സഭാമക്കളും ഈ സഭയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, മുന്തിരിച്ചെടിയാകുന്ന ഈശോ മിശിഹായോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനായിട്ട്, എല്ലാവർക്കും കൃപാവരം ലഭിക്കുവാനായിട്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് മധ്യസ്ഥം യാചിക്കാം. പരിശുദ്ധ അമ്മേ, ദയുള്ള മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ലോകത്തിലുള്ള സകല മക്കളെയും സമർപ്പിക്കുന്നു. അമ്മേ, ആ മുന്തിരി ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളായി ജീവിക്കുവാനായിട്ടുള്ള കൃപാവരം യേശു ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com